ഒരു കാലത്ത് ഇന്ത്യയെ നിയന്ത്രിച്ചിരുന്നത് നെഹ്റു കുടുംബമായിരുന്നു. ഇന്ന് ഗാന്ധി കുടുംബം എന്നാണ് അറിയപ്പെടുന്നതെങ്കിലും വാസ്തവത്തിൽ രാഹുൽ ഗാന്ധിയുടെ കുടുംബം നെഹ്റു കുടുംബമാണ്. ജവഹർലാൽ നെഹ്റുവും നെഹ്റുവിന്റെ മകൾ ഇന്ദിരയും ഇന്ദിരയുടെ മകൻ രാജീവ് ഗാന്ധിയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാരായിരുന്നു. ഇവരെല്ലാം കോൺഗ്രസിനെ നയിക്കുകയും ചെയ്തു. രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടതിന് പിന്നാലെ കുറച്ചു നാളത്തേക്ക് കോൺഗ്രസിന്റെ നേതൃത്വവും നിയന്ത്രണവും നെഹ്റു കുടുംബത്തിന് നഷ്ടമായിരുന്നു. പിന്നീട് രാജീവ് ഗാന്ധിയുടെ ഭാര്യ സോണിയാഗാന്ധി പാർട്ടി അധ്യക്ഷ പദവി ഏറ്റെടുത്തു. എന്നാൽ അപ്പോഴും രാജ്യാധികാരം നെഹ്റു കുടുംബത്തിന് ലഭിച്ചില്ല. ഇന്നും കോൺഗ്രസിന്റെ അവസാന വാക്ക് നെഹ്റു കുടുംബമാണ്. സോണിയാഗാന്ധിയും മക്കളായ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കോൺഗ്രസിന്റെ ഉന്നത നേതാക്കളാണ്. രാഹുൽ ഗാന്ധി ആകട്ടെ ലോക്സഭാ പ്രതിപക്ഷ നേതാവും. ഇന്ന് നാം ചർച്ച ചെയ്യുന്ന വിഷയം രാഹുൽ ഗാന്ധിയുടെ പാരമ്പര്യമോ അധികാരമോ ഒന്നുമല്ല, മറിച്ച് നെഹ്റു കുടുംബത്തിലെ BJP നേതാക്കളുടെ ജനനം സംബന്ധിച്ചാണ്. രാജ്യത്തെ കോൺഗ്രസിന്റെ മുഖവും ആത്മാവുമായ നെഹ്റു കുടുംബത്തിന് രണ്ട് പ്രമുഖ BJP നേതാക്കളുണ്ട്. ആ നേതാക്കളെക്കുറിച്ചും അവരെങ്ങനെ BJP ആയി എന്നതിനെക്കുറിച്ചുമാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇത് ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രവുമായി ബന്ധപ്പെട്ട കഥയാണെങ്കിലും അതിലുമുപരി ഒരു അമ്മായിയമ്മ മരുമകൾ പോരിന്റെ കഥയാണ് എന്ന് പറയാം. ലോകത്തിന് മുന്നിൽ ശക്തിയായ ഭരണാധികാരിയായിരുന്നു ഇന്ദിരാഗാന്ധി സ്വന്തം വീട്ടിൽ കേവലം ഒരു അമ്മായിയമ്മയായി മാറിയോ എന്ന് ആരും ചോദിച്ചു പോകുന്ന ഒരു കഥ. ശരിക്കും കഥയെന്ന് പറയാൻ പറ്റില്ല, ചരിത്ര സംഭവം എന്ന് തന്നെ പറയേണ്ടി വരും. നെഹ്റുവിന് പിന്നാലെ രാജ്യത്തിന്റെയും പാർട്ടിയുടെയും അധികാരം മകൾ ഇന്ദിര കൈയാളുന്ന സമയത്താണ് നെഹ്റു കുടുംബത്തിന് BJP നേതാക്കൾ ജന്മം കൊണ്ടത്. കൃത്യമായി പറഞ്ഞാൽ 1982 മാർച്ച് 28 പാതിരാത്രിയിലാണ് നെഹ്റു കുടുംബത്തിനും BJP നേതാക്കൾ ഉണ്ടാകാനിടയായ ആ സംഭവം ഉണ്ടാകുന്നത്. അത് ഒരു യുവതിയുടെ പകയുടെ കഥ കൂടിയാണ്. അക്കാലത്ത് ഡൽഹിയിലെ സഫ്ദർജംഗിലുള്ള പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലായിരുന്നു ഇന്ദിരാഗാന്ധിയും രണ്ട് ആൺമക്കളും അവരുടെ ഭാര്യമാരും താമസിച്ചിരുന്നത്. രാജീവ് ഗാന്ധി സോണിയാഗാന്ധി ദമ്പതികൾക്ക് 1970 ജൂൺ 19 രാഹുൽ ഗാന്ധി ജനിച്ചത്. സഞ്ജയ് ഗാന്ധി മനേക ദമ്പതികൾക്ക് 1980 മാർച്ച് 13 വരുൺ ഗാന്ധിയും ജനിച്ചു. 1980 സഞ്ജയ് ഗാന്ധി വിമാനാപകടത്തിൽ കൊല്ലപ്പെടുന്നത്. സഞ്ജയ് ഗാന്ധിയുടെ മരണം വരെ ആ കുടുംബം സന്തോഷത്തോടെയാണ് കഴിഞ്ഞത്. പ്രധാനമന്ത്രിയുടെ കുടുംബത്തിൽ ഐക്യമുണ്ടായിരുന്നു, പുറം ലോകവും വിശ്വസിച്ചിരുന്നത്. സഞ്ജയ് ഗാന്ധി വിമാനാപകടത്തിൽ കൊല്ലപ്പെടുമ്പോൾ ഭാര്യ മനേക ഗാന്ധിക്ക് കഷ്ടിച്ച് 25 വയസ്സ് മാത്രം ആയിരുന്നു പ്രായം. മനേക ഗാന്ധിയും ഇന്ദിരാഗാന്ധിയും തമ്മിൽ അത്ര രസത്തിലായിരുന്നില്ല. സഞ്ജയ് ഗാന്ധിയുടെ മരണത്തോടെ ആ അകൽച്ച വളരെ വലുതാവുകയും ചെയ്തു. അതിന് പല കാരണങ്ങൾ ഇന്നും പറയപ്പെടുന്നുണ്ടെങ്കിലും അവയെല്ലാം ഊഹാഭോഗങ്ങൾ മാത്രമായി നിലകൊള്ളുന്നു എന്നാണ് സത്യം. വിമാനാപകടത്തിൽ കൊല്ലപ്പെടുമ്പോൾ അമേഠിയിൽ നിന്നുള്ള ലോക്സഭാംഗമായിരുന്ന സഞ്ജയ് ഗാന്ധി പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ അനന്തരാവകാശിയായി സഞ്ജയ് ഗാന്ധി എത്തുമെന്നായിരുന്നു ഏവരും കരുതിയിരുന്നത്. സർക്കാരിലും പാർട്ടിയിലും അത്രത്തോളം സ്വാധീനവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അടിയന്തരാവസ്ഥക്കാലത്ത് നിർബന്ധിത വന്ധ്യംകരണത്തിലേക്ക് നയിച്ച വിവാദപരമായ ജനന നിയന്ത്രണ പ്രചാരണത്തിന് അദ്ദേഹം നേതൃത്വം നൽകി. നഗരവികസന ശ്രമങ്ങളുടെ ഭാഗമായി കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റിയതിന്റെ പേരിലുമെല്ലാം സഞ്ജയ് ഗാന്ധി വാർത്തകളിൽ നിറഞ്ഞു നിന്നു. തന്റെ 33-ാം വയസ്സിലാണ് സഞ്ജയ് ഗാന്ധി വിമാനാപകടത്തിൽ കൊല്ലപ്പെടുന്നത്. സഞ്ജയ് ഗാന്ധിയുടെ മരണശേഷം പാർട്ടിയിൽ ആ സ്ഥാനം തനിക്ക് ലഭിക്കും എന്നായിരുന്നു മനേക ഗാന്ധി കരുതിയിരുന്നത്. എന്നാൽ നടന്നത് മറ്റൊന്നായിരുന്നു. സഞ്ജയ് ഗാന്ധിയുടെ പൈതൃകം രാജീവ് ഗാന്ധിക്ക് കൈമാറാനായിരുന്നു പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിക്ക് താല്പര്യം. 1981 സഞ്ജയ് ഗാന്ധിയുടെ സിറ്റിംഗ് മണ്ഡലമായ അമേഠിയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നു. അതുവരെ രാഷ്ട്രീയത്തിൽ സജീവമല്ലായിരുന്ന രാജീവ് ഗാന്ധിയെ ഇന്ദിര അമേഠിയിൽ സ്ഥാനാർത്ഥിയാക്കി. തന്റെ ഭർത്താവിന്റെ രാഷ്ട്രീയ പിൻഗാമിയായി അമേഠിയിൽ നിന്ന് മത്സരിക്കാനുള്ള മനേക ഗാന്ധിയുടെ മോഹങ്ങൾക്ക് തിരിച്ചടിയായിരുന്നു അത്. ഇതോടെ മനേകയും ഇന്ദിരയും തമ്മിലുള്ള അകൽച്ച വർദ്ധിച്ചു. പ്രശസ്ത എഴുത്തുകാരൻ ഖുശ്വന്ത് സിംഗ് തന്റെ ആത്മകഥയിൽ ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ദിവസം ചെല്ലുന്തോറും ഇരുവരും തമ്മിലുള്ള അകൽച്ച വർദ്ധിക്കുകയും ഇരുവർക്കും ഒരുമിച്ച് ഒരു വീട്ടിൽ കഴിയാൻ ബുദ്ധിമുട്ടാവുകയും ചെയ്യുന്ന സാഹചര്യമെത്തി. 1982 മാർച്ച് 28 മാധ്യമപ്രവർത്തകർക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കും മുന്നിൽ മനേക വരുൺ ഗാന്ധിയോടൊപ്പം പ്രധാനമന്ത്രിയുടെ വസതിയിൽ നിന്ന് പുറത്തിറങ്ങി. അതാണ് പുറം ലോകത്തിന് അറിയാവുന്നത്. മനേക ഗാന്ധി ആ വീട്ടിൽ നിന്നും പുറത്തിറങ്ങുന്നതിന് മുമ്പ് ആ വീടിനുള്ളിൽ എന്താണ് നടന്നത്? അത് കേവലം ഒരു അമ്മായിയമ്മ മരുമകൾ പോര് മാത്രമായിരുന്നില്ല, മറിച്ച് കോൺഗ്രസ് പാർട്ടിയിലെ അധികാര തർക്കം കൂടിയായിരുന്നു. കോൺഗ്രസിനുള്ളിൽ വലിയൊരു ആരാധക വൃന്ദവും അനുചരന്മാരും സഞ്ജയ് ഗാന്ധിക്ക് ഉണ്ടായിരുന്നു. എന്നാൽ തന്റെ ഭർത്താവ് വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടതിനു പിന്നാലെ കോൺഗ്രസിൽ ആ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടും എന്ന മനേക ഗാന്ധിയുടെ കണക്കുകൂട്ടലുകൾ പിഴച്ചു. രാജീവ് ഗാന്ധിയെ രാഷ്ട്രീയത്തിൽ ഇറക്കിയാണ് മനേകയോട് ഇന്ദിര പ്രതികാരം ചെയ്തത്. 10,000-ഓളം കോൺഗ്രസ് പ്രവർത്തകരെത്തിയ ആ ആസ്ഥാന സമ്മേളനത്തിൽ മനേക ഗാന്ധി തീപ്പൊരി പ്രസംഗം നടത്തുമ്പോൾ ഇന്ദിര ലണ്ടനിലായിരുന്നു. കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തന്നെ വെല്ലുവിളിക്കാൻ തന്റെ വീട്ടിൽ നിന്ന് തന്നെ ഒരാൾ തയ്യാറായതോടെ ഇന്ദിരയ്ക്ക് സഹിക്കാനായില്ല.
തന്റെ പാർട്ടിയെയും പാരമ്പര്യത്തെയും വെല്ലുവിളിക്കുന്ന മരുമകളെ പാഠം പഠിപ്പിക്കാൻ ഉറച്ചു തന്നെയാണ് ഇന്ദിര എന്ന അമ്മായിയമ്മ ലണ്ടനിൽ നിന്നും വിമാനം കയറിയത്. രാജ്യത്തെ ചെറുനിശ്വാസങ്ങൾ പോലും മനസ്സിലാക്കുകയും ശത്രു രാജ്യങ്ങളെ വിറപ്പിക്കുകയും ചെയ്ത് അമേരിക്കയോട് പോലും വിരൽ ചൂണ്ടി സംസാരിക്കുകയും ചെയ്തിരുന്ന ശക്തമായ ഭരണാധികാരിയായിരുന്നു അന്ന് ഇന്ദിരാഗാന്ധി. എന്നാൽ ലണ്ടനിൽ നിന്നും സഫ്ദർജംഗ് റോഡിലെ 1-ാം നമ്പർ വസതിയിലേക്ക് അന്നെത്തുമ്പോൾ കേവലം ഒരു അമ്മായിയമ്മയായി അവർ മാറി. വീട്ടിലെത്തിയ ഇന്ദിരാഗാന്ധിയെ അഭിവാദ്യം ചെയ്യാൻ മേനകാ ഗാന്ധി മുറിവിട്ട് പുറത്തു വന്നു. എന്നാൽ മേനകയെ ഇന്ദിര മൈൻഡ് ചെയ്തില്ല. നമുക്ക് പിന്നീട് സംസാരിക്കാം എന്ന് പറഞ്ഞ് ഇന്ദിരാഗാന്ധി തന്റെ മുറിയിലേക്ക് പോയി. മേനകാ ഗാന്ധി തന്റെ മുറിയിലേക്കും. തന്റെ മുറിയിൽ ഏകയായിരുന്ന് മേനകാ ഗാന്ധിക്ക് അന്ന് ഭക്ഷണം കഴിക്കാനുള്ള വിളി എത്തിയിട്ടില്ല. പകരം ഭക്ഷണ മുറിയിലേക്ക് ഒരു പരിചാരകൻ എത്തിച്ചു നൽകി. ആ വീട്ടിലുള്ളവർ ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങളുടെ സാന്നിധ്യം പ്രധാനമന്ത്രി ആഗ്രഹിക്കുന്നില്ലെന്ന് അറിയിക്കാൻ ഇന്ദിരാഗാന്ധി തന്നെ ചുമതലപ്പെടുത്തി എന്നും ജോലിക്കാരൻ മേനകയോട് പറഞ്ഞു. ഞെട്ടിത്തെറിച്ചെങ്കിലും മേനക മറുത്തൊന്നും പറഞ്ഞില്ല. 1 മണിക്കൂറിന് ശേഷം വീണ്ടും ജോലിക്കാരൻ മേനകയുടെ മുറിയിലെത്തി പ്രധാനമന്ത്രി വിളിക്കുന്നു എന്നറിയിച്ചു. സിറ്റിംഗ് റൂമിൽ ആരും ഉണ്ടായിരുന്നില്ല. വിരൽ നഖങ്ങൾ കടിച്ച് മേനകാ ഗാന്ധി അവിടെ കാത്തുനിന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആ യുവതിക്കരികിലേക്ക് കൊടുങ്കാറ്റ് പോലെ ഇന്ദിരാഗാന്ധി എത്തി. ഉടൻ ഈ വീട്ടിൽ നിന്നും പുറത്തു പോകണം എന്ന് വിരൽ ചൂണ്ടി ആക്രോശിക്കുകയായിരുന്നത്രേ ഇന്ദിര സിറ്റിംഗ് സീറ്റിലേക്ക് എത്തിയത്. ലക്നൌവിൽ സംസാരിക്കരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞു, പക്ഷെ നീ തന്നിഷ്ടം ചെയ്തു. എന്നോട് അനുസരണക്കേട് കാണിച്ച് നിന്റെ ഓരോ വാക്കുകളിലും വിഷം ഉണ്ടായിരുന്നു എന്ന് എനിക്കത് കാണാൻ കഴിയില്ലെന്നും കരുതുന്നുണ്ടോ? ഇവിടെ നിന്ന് പോകൂ. ഇപ്പോൾ തന്നെ ഈ വീട് വിടൂ. നിന്റെ അമ്മയുടെ വീട്ടിലേക്ക് പോകൂ. മറുപടി പറയാൻ പോലും മേനകയ്ക്ക് അവസരം നൽകാതെ ഇന്ദിര ആജ്ഞാപിച്ചുകൊണ്ടിരുന്നു. മേനകാ ഗാന്ധി തന്റെ സഹോദരി അംബികയെ വിളിച്ചു വരുത്തി. സഹോദരി മേനകയുടെ സാധനങ്ങൾ പാക്ക് ചെയ്യുന്നതിനിടയിൽ ഇന്ദിര മുറിയിലേക്ക് എത്തി വീണ്ടും പൊട്ടിത്തെറിച്ചു. ഇപ്പോൾ തന്നെ ഇവിടെ വിടണമെന്നും ഇവിടെ നിന്നും ഒരു കടുകുമണി പോലും കൊണ്ടുപോകാൻ പാടില്ലെന്നും അവർ ഗർജിച്ചു. അതോടെ മേനകയുടെ സഹോദരി അംബിക ഇടപെട്ടു. മേനക ഇവിടുന്ന് എങ്ങോട്ടും പോകുന്നില്ലെന്നും അവൾക്ക് കൂടി അവകാശപ്പെട്ട വീടാണെന്നും ഇന്ദിരയോട് പറഞ്ഞു. രോക്ഷം നിറഞ്ഞ കണ്ണുകളോടെ അതിലേറെ പരിഹാസത്തോടെ ഇന്ദിരാഗാന്ധി ആ യുവതിയോട് പറഞ്ഞു, ഇത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ വീടാണ്. തന്റെ സഹോദരിയെ ഇന്ദിരയുമായി തർക്കിക്കുന്നതിൽ നിന്നും വിലക്കിയ മേനക ആ രാത്രി 11 മണി കഴിഞ്ഞ സമയം 2 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞുമായി സബ്ജർമാർഗിലെ 1-ാം നമ്പർ വീടിന്റെ പടിയിറങ്ങി. നെഹ്റു കുടുംബത്തെയും ഇന്ദിരാഗാന്ധിയെയും രാജീവ് ഗാന്ധിയെയും ശത്രുക്കളായി പ്രഖ്യാപിച്ചു. കോൺഗ്രസ് വിട്ട് സഞ്ജയ് വിചാർ മഞ്ച് രൂപീകരിച്ചു. 1984 അമേഠിയിൽ രാജീവ് ഗാന്ധിയോട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചു തോറ്റു. 1988 ജനതാദൾ പാർട്ടി ചേർന്ന മേനക 1989 ജനതാദൾ ടിക്കറ്റ് പിലിമ്പത്ത് മണ്ഡലത്തിൽ നിന്ന് ആദ്യമായി ലോക്സഭാ അംഗമായി. 1989 VP സിംഗ് പ്രധാനമന്ത്രിയായി കേന്ദ്രമന്ത്രിസഭയിലെ സംസ്ഥാന ചുമതലയുള്ള കേന്ദ്രമന്ത്രിയായിരുന്നു. 1991 പീലിഭത്തിൽ നിന്ന് മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു. 1996 വീണ്ടും ജനതാദൾ ടിക്കറ്റിൽ നിന്ന് ലോക്സഭാ അംഗമായിയെങ്കിലും 1998 ജനതാദൾ വിട്ട മേനക 1998, 99, 2004 വർഷങ്ങളിൽ നിലവിലിരുന്ന 2-3 വാജ്പേയി മന്ത്രിസഭയിലെ സംസ്ഥാന ചുമതലയുള്ള കേന്ദ്രമന്ത്രിയായിരുന്നു മേനകാ ഗാന്ധി. 2004 മനേകാ ഗാന്ധി BJPയിൽ ചേരുന്നത്. 2004, 2009, 2014, 2019 വർഷങ്ങളിൽ BJP ടിക്കറ്റിൽ ലോക്സഭാ അംഗമായ അവർ 2014 മുതൽ 19 വരെ 1-ാം നരേന്ദ്രമോദി സർക്കാരിലെ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രിയായിരുന്നു. 2024 സുൽത്താൻപൂരിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ചെങ്കിലും സമാജ്വാദി പാർട്ടി രാംഭൂവ് നിഷാദിനോട് പരാജയപ്പെട്ടു. മനേകയുടെ മകൻ വരുൺ ഗാന്ധിയും അമ്മയുടെ പാത പിന്തുടർന്ന് BJP നേതാവായി. പാർലമെന്റ് അംഗവുമായി BJP ചേരിയിലെത്തി. MPയും കേന്ദ്രമന്ത്രിയുമായെങ്കിലും ഇന്നും ആ പാതിരാവിൽ പടിയിറങ്ങേണ്ടി വന്ന വീടിനോടുള്ള പക മനേക കെടാതെ സൂക്ഷിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അവരുടെ നിലപാടുകളിൽ നമുക്ക് മനസ്സിലാകുന്നത്.